കണ്ണൂർ വളപട്ടണത്തെ വീട്ടിൽ നടന്ന കവർച്ചയിൽ പ്രതി പിടിയിൽ. മോഷണം നടന്ന വീടിന്റെ ഉടമസ്ഥനായ അഷ്റഫിന്റെ അയൽവാസിയായ ലിജീഷാണ് പിടിയിലായത്. 300 പവൻ സ്വർണവും 1 കോടി രൂപയും പ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്തു. കഴിഞ്ഞ മാസം 20-നായിരുന്നു അരി വ്യാപാരിയായ അഷ്റഫിന്റെ വീട്ടിൽ കവർച്ച നടന്നത്. മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനോജ്, അഷ്റഫിനെ കുറിച്ച്, അഷ്റഫിന്റെയും കുടുംബത്തിന്റെയും യാത്രയെക്കുറിച്ച് കൃത്യമായി അറിയുന്ന ഒരാളാണ് ഈ കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസിന് ആദ്യം മുതലേ സംശയമുണ്ടായിരുന്നു. ആ സംശയം ശരിയായിരിക്കുന്നു. അഷ്റഫിന്റെ അയൽവാസി ലിജീഷാണ് അറസ്റ്റിലായിരിക്കുന്നത്. എങ്ങനെയാണ് അന്വേഷണ സംഘം പ്രതിയിലേക്ക് എത്തിയത്? അർജുൻ, വളപട്ടണം മന്നയിലെ അരി വ്യാപാരി അഷ്റഫിന്റെ വീട്ടിൽ നിന്നും 300 പവനും 1 കോടി രൂപയും കഴിഞ്ഞ മാസം 20-നാണ് കവർന്നത്. നാടാകെ ഞെട്ടിയ ആ കവർച്ചാ കേസിലെ പ്രതിയെയാണ് അതിസമർത്ഥമായി പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. അഷ്റഫിന്റെ അയൽവാസിയും വെൽഡിംഗ് തൊഴിലാളിയുമായ ലിജീഷിനെയാണ് ACP TK രത്നകുമാറിന്റെയും വളപട്ടണം ഇൻസ്പെക്ടർ TP സുമേഷിന്റെയും നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടിയത്. ലിജീഷിന്റെ വീട്ടിൽ നിന്ന് മോഷണ മുതലായ 300 പവനും 1 കോടി രൂപയും കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഞായറാഴ്ച രാത്രിയാണ് പ്രതിയെ, അതായത് ഇന്നലെ രാത്രിയാണ് ഈ പ്രതിയെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. മോഷണം നടന്ന വീട്ടിൽ നിന്ന് ലഭിച്ച മുഖം മറച്ച അവ്യക്തമായ ഒരു CCTV ദൃശ്യത്തിൽ നിന്നാണ് ഈ അന്വേഷണം പോലീസ് തുടങ്ങിയത്. റൂറൽ SP അനൂജ് പട്വാൾ, ACP TK രത്നകുമാർ എന്നിവർ വളപട്ടണത്ത് തന്നെ ക്യാമ്പ് ചെയ്ത് ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകുകയാണ് ഉണ്ടായത്. അതിവിദഗ്ധമായ നീക്കമാണ് പോലീസ് നടത്തിയത് എന്ന് വ്യക്തം. ഒരാൾ തനിച്ച് നടത്തിയ കവർച്ചയാണ് ഇതെന്ന് വ്യക്തമായതോടെ ഈ അഷ്റഫിന്റെ വീടിനെ കുറിച്ച് കൃത്യമായ ധാരണയുള്ള ആളാണ് ഈ കവർച്ചയ്ക്ക് പിന്നിൽ എന്ന് പോലീസ് ഉറപ്പിച്ചിരുന്നു. 20-ന് രാത്രി 8:05-ഓടെയാണ് ഈ മോഷ്ടാവ് വീട്ടിൽ എത്തിയത് എന്നതും ഈ സംശയത്തിന് ബലം നൽകി. വെൽഡിംഗ് തൊഴിലാളിയായ ലിജീഷ് ഒരു ഉളിയും കമ്പിപ്പാരയും കൊണ്ടാണ് ഈ അഷ്റഫിന്റെ കിടപ്പുമുറിയുടെ ജനാലയുടെ അഴി തകർത്ത് വീടിനകത്തേക്ക് കടന്നത്. ഏതെങ്കിലും പ്രത്യേക മോഷണ സംഘമായിരുന്നുവെങ്കിൽ ഈ 8 മണിക്കൊക്കെ കവർച്ചയ്ക്ക് എത്തില്ല എന്ന കാര്യവും പോലീസ് ഉറപ്പിച്ചു. പോലീസിന് ഈ ദൃശ്യങ്ങളും ലഭിച്ചിരുന്നു. കവർച്ചയ്ക്ക് ശേഷം 8:40-ഓടെയാണ് ഈ പ്രതി പുറത്തിറങ്ങിയത്. ഏറെ വൈകി ഈ ലിജീഷിന്റെ വീട്ടുകാരൊക്കെ ഉറങ്ങി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് സ്വന്തം വീട്ടിലേക്ക് ഈ ലിജീഷ് എത്തുന്നത്. മോഷണം മുതൽ വീട്ടിൽ ഒളിപ്പിച്ചു. പിറ്റേ ദിവസവും പതിവ് പോലെ തന്നെ പ്രതി പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇതിന്റെ അടക്കം CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു. ഈ കോലാഹലങ്ങളെല്ലാം പ്രതി കാണുന്നുമുണ്ടായിരുന്നു. 100-ലധികം CCTV ദൃശ്യങ്ങളാണ് പോലീസ് ശേഖരിച്ചിരുന്നത്. ഇതെല്ലാം സസൂക്ഷ്മം നിരീക്ഷിച്ചതിൽ പ്രതി വളപട്ടണം ഏരിയ വിട്ട് പോയിട്ടില്ല എന്ന് പോലീസ് ഉറപ്പിക്കുകയും ചെയ്തു. ഇതാണ് അഷ്റഫിന്റെ വീട്ടു പരിസരത്ത് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോലീസിനെ പ്രേരിപ്പിച്ചത്. പോലീസ് നായ മണം പിടിച്ച് വളപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് കവർച്ചയ്ക്ക് പിന്നിൽ പുറത്തു നിന്നുള്ള സംഘമാണ് എന്ന സംശയം ആദ്യം ഉണ്ടാക്കിയിരുന്നു. ട്രെയിൻ മാർഗം പ്രതി രക്ഷപ്പെട്ടിരിക്കാമെന്ന നിഗമനത്തിൽ മംഗലാപുരത്തടക്കം ഈ അന്വേഷണവും നടന്നു. CCTV ദൃശ്യത്തിൽ പ്രതിയുടെ ഏകദേശ ശരീരപ്രകൃതം പോലീസ് മനസ്സിലാക്കി. ഇതുമായി സാമ്യമുള്ള മറ്റ് നിരവധി CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു. അതായത് ഈ പ്രതിയുമായി സാമ്യമുള്ള മറ്റ് സ്ഥലങ്ങളിലെ CCTV ദൃശ്യങ്ങൾ, പിറ്റേ ദിവസവും ഈ പ്രതി അവിടെ എത്തുന്നു, അങ്ങനെയുള്ള ആ ദൃശ്യങ്ങളൊക്കെ തന്നെ ഈ പ്രതിയുടെ ഏകദേശ രൂപം പോലീസ് മനസ്സിലാക്കി. ലിജീഷിന്റെ വ്യക്തമായ CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിരുന്നു. ഇതും അഷ്റഫിന്റെ വീട്ടിൽ നിന്നും കിട്ടിയ CCTVയും തമ്മിൽ മാച്ചിങ് കണ്ടതോടെയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. ആദ്യം പ്രതി നിഷേധിച്ചുവെങ്കിലും തെളിവുകൾ ഓരോന്നായി പോലീസ് കാണിച്ചതോടെയാണ് പ്രതി കുറ്റം സമ്മതിച്ചത്. വീട്ടിൽ നിന്നും കിട്ടിയ വിരലടയാളവും ലിജീഷിന്റെ വിരലടയാളവും മാച്ചായിരുന്നു. ഇത്തരം തെളിവുകളെല്ലാം കാണിച്ചതോടെയാണ് മോഷണം മുതൽ തൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് പ്രതി സമ്മതിച്ചത്. എന്തായാലും അതിവിദഗ്ധമായ അതിസമർത്ഥമായ ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അങ്ങനെ സംസ്ഥാനത്താകെ ചർച്ചാ വിഷയമായ ഒരു കവർച്ചാ കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പ്രതിയെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും എന്നും പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും കണ്ണൂർ റൂറൽ SP അനൂജ് പട്വാളിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം 20-ലധികം പേരാണ് ഈ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ACP TK രത്നകുമാറാണ് ഈ ടീമിനെ നയിച്ചത്. വളപട്ടണം ഇൻസ്പെക്ടർ TP സുമേഷ്, കണ്ണൂർ സിറ്റി ഇൻസ്പെക്ടർ സനിൽകുമാർ, ചക്രക്കൽ ഇൻസ്പെക്ടർ MP ആസാദ്, മയ്യിൽ ഇൻസ്പെക്ടർ സഞ്ജയ് എന്നിവരും ഈ സ്ക്വാഡിന്റെ ഭാഗമായിരുന്നു. ഈ ഓരോ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേകം സ്ക്വാഡുകളായി തിരിഞ്ഞും അന്വേഷണം നടന്നു. വളപട്ടണം SIമാരായ TM വിപിൻ, ഉണ്ണികൃഷ്ണൻ, സുരേഷ്, M അജയൻ, കണ്ണപുരം SI രാജീവൻ,
ASI-മാരായ രഞ്ജിത്ത്, സ്നേഹേഷ്, ഷാജി, സീനിയർ CPOമാരായ സജിത്ത്, നാസർ, സനൽ എന്നിവരാണ് ഈ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കിരീടത്തിലെ ഒരു പൊൻതൂവലായി മാറുകയാണ് ഈ കേസിന്റെ അന്വേഷണവും ഈ പ്രതിയെ പിടികൂടിയ സംഭവവും. അർജുൻ.